ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നാലോ. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കാറൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. വേറൊന്നുമല്ല, ചന്ദ്രനെയും രവീന്ദ്രനെയും എങ്ങനെയെങ്കിലും വഴക്കൊക്കെ മാറ്റി ഒന്നിപ്പിക്കണമല്ലോ. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം ഒത്തുകിട്ടിയിരിക്കുകയാണ്. നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ ഇവരെ ആ വണ്ടിയിൽ കയറ്റി വിടുകയാണ് അമ്പലത്തിലേക്ക്. അപ്പൊ രേവതിയും സച്ചി അമ്പലത്തിൽ പോകുന്നു, നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്രയും കൂടെ അമ്പലത്തിൽ പോകുന്നു. അപ്പൊ അതിനിടയിൽ അവിടെ ഇവിടെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും വഴക്കൊക്കെ മാറുമല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. പിണങ്ങിയൊക്കെ ഇരിക്കുന്നവര് ഒരു യാത്രയൊക്കെ പോയി കഴിയുമ്പം ചെറിയ പിണക്കങ്ങളൊക്കെ മാറും. അപ്പം അങ്ങനെ പിണക്കങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് അച്ചമ്മ ഈ ഒരു ട്രിക്ക് പറഞ്ഞത്. അങ്ങനെ വണ്ടിക്കകത്ത് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് രവീന്ദ്രൻ നേരെ ചെന്ന് ഫ്രണ്ടിൽ കയറുകയാണ്. അപ്പം പറഞ്ഞു, എടാ നീ എവിടെ പോവാടാ? നീ ഇവിടെ അല്ലടാ കയറേണ്ടത്, ഇവിടെ ഇരിക്കേണ്ടത് രേവതിയാ. നീ മര്യാദയ്ക്ക് ബാക്കി പോയിരുന്നേ, നീയും ചന്ദ്രയും പുറകെ ഇരുന്നാൽ മതി, രേവതി സച്ചി ഫ്രണ്ടിൽ ഇരുന്നോളൂന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ പിന്നെ ഞാൻ പുറകിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് നേരെ പുറകിലിരിക്കാൻ പോവാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായിട്ടോ. അപ്പൊ വർഷ പറഞ്ഞു, ശ്രീകാന്തെ, ദേ അച്ഛനെ അമ്മേനെയും കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അച്ഛമ്മ ചെയ്യുന്നത് ഇതുവരെ ശ്രീകാന്തിന് മനസ്സിലായില്ലേ? അതിനാണോ? അതേന്നേ. ഓ എന്റെ പൊന്ന് ശ്രീകാന്തെ, വേസ്റ്റ് ആയി പോയല്ലോ, വേസ്റ്റ്, നീ വെറും വേസ്റ്റാ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ കളിയാക്കാണ്. ഈ സമയത്താണ് ചന്ദ്രയും രേവതിയും സച്ചിയും രവീന്ദ്രനും കൂടെ നേരെ അമ്പലത്തിലേക്ക് കാറിൽ കയറി പോവാണ് കേട്ടോ. അങ്ങനെ ഇവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ വന്നിട്ട് അച്ചമ്മയെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. എന്റെ അച്ചമ്മ സൂപ്പർ അല്ലേ? അച്ചമ്മ നല്ല ബുദ്ധിമതിയാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ രണ്ടുപേരെയും കൂടെ പറഞ്ഞു വിട്ടത്. ഇതൊന്നും അല്ല, ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അച്ചമ്മയുടെ ബുദ്ധി എന്താണെന്ന്. ഇതുപോലെയുള്ള പല ട്രിക്കുകൾ ഈ അച്ചമ്മയുടെ കയ്യിലുണ്ട്. അച്ചമ്മ അതൊന്നും എടുക്കാത്തതല്ലേ. അച്ചമ്മ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പൊന്നു മക്കളെ, നിങ്ങൾ ഇവിടെ ഒന്നും നിക്കത്തില്ലെന്ന്. ഓ, അത്രയ്ക്കുണ്ടോ എന്റെ അച്ചമ്മ? അത്രയ്ക്കുണ്ടെന്നേ. ബാ നമുക്ക് അകത്ത് കയറി പോവാന്ന് പറഞ്ഞ അച്ചമ്മയെ കൊച്ചുമക്കളെയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിനെയും അതുപോലെ രവീന്ദ്രനെയും ചന്ദ്രനെയാണ്. അങ്ങനെ സച്ചി കണ്ണാടി കൂടെ നോക്കുമ്പോഴത്തേക്കും പുറകിലിരിക്കുന്നവര് അകന്നിരിക്കുകയാണ്, രണ്ട് ധ്രുവങ്ങളിൽ, ഒരാൾ ഇപ്പുറത്തെ സൈഡും ഒരാൾ അപ്പുറത്തെ സൈഡും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്കൊരു ബുദ്ധി, ഇത് ശരിയാവില്ലല്ലോ, അകന്നിരിക്കുന്നവരെ അടുപ്പിച്ചിരുത്തണം. എന്നാ പിന്നെ ഒരു ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നേരെ കുറെ കട്ടറിൽ ചാടിച്ച് വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും ഒക്കെ പോകാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ കട്ടറിൽ ചാടിക്കുമ്പോഴും വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കിടന്നാടും. ആ സൈഡിൽ ഇരിക്കുന്നവർ ഈ സൈഡിലേക്കും ഈ സൈഡിൽ ഇരിക്കുന്നത് ഈ സൈഡിലേക്കും, അതായത് നടുക്കേക്ക് ഇങ്ങനെ വരുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോകുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ ഈ കാണിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്? അത് പിന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അതെ പുതിയ വണ്ടിയല്ലേ, അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞത്, എന്താ സച്ചേട്ടാ, നേരെ നോക്കി വണ്ടി ഓടിക്കണം കേട്ടോ സച്ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, റോഡ് മോശമാ രേവതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതെന്ന്. ഏതായാലും അകന്നിരിക്കുന്ന രണ്ടുപേരും കൂടെ അടുത്ത് വന്ന് ഇരുന്ന് കേട്ടോ, എങ്ങനെയൊക്കെയോ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി സ്പീഡിലും വെട്ടിക്കുകയും ഗട്ടറിൽ ചാടിക്കുക ഒക്കെ ചെയ്യാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ നീ കാണിക്കുന്നത്? നേരെ നോക്കി വണ്ടി ഓടിക്കടാ, നീ ഇതെന്തോ കളിക്കുവാണോ? ചുമ്മാ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാനായിട്ട്. എന്റെ പൊന്നോ ചന്ദ്രേ, നീ ഇപ്പം വീഴൂലോടി എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ കയറി ചന്ദ്രനെ അങ്ങ് പിടിച്ചു കേട്ടോ. ചന്ദ്ര അങ്ങ് വീഴാനും തുടങ്ങി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ കയറി ചന്ദ്രനെ അങ്ങ് പിടിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര നോക്കിയപ്പോഴത്തേക്ക്, അപ്പൊ രവീന്ദ്രനെ നോക്കിയപ്പോ പെട്ടെന്ന് കൈ വിട്ടു കേട്ടോ. വീണ്ടും എന്ത് ചെയ്തു, നമ്മുടെ സച്ചി വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും കട്ടറിൽ ചാടിക്കും ഒക്കെ പോകാൻ വേണ്ടി തുടങ്ങി. വലിയൊരു വളവ് ചെന്നിട്ട് ഇങ്ങനെ ഒരൊറ്റ വളവ് ഇങ്ങനെ ചരിച്ചങ്ങ് വിട്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വീഴാൻ തുടങ്ങി. വീണ്ടും കയറി രവീന്ദ്രൻ അങ്ങ് പിടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രേവതി ദേ ഇവനോട് നേരെ ഓടിക്കാൻ പറട്ടോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അയ്യോ അമ്മേ, അത് മുന്നിൽ കുഴിയുള്ളത് കൊണ്ടല്ലേ, അച്ഛനെ പേടിക്കണ്ടാട്ടോ, അമ്മയും പേടിക്കണ്ടാട്ടോ. അതെ സച്ചേട്ടൻ വെട്ടിച്ചെടുക്കുന്നതാ, സച്ചേട്ടനെ കൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്നേ, സച്ചേട്ടൻ സേഫ് ആയിട്ട് അമ്പലത്തിൽ എത്തിക്കും. ഈ ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് വീണ്ടും വണ്ടി അങ്ങ് വെട്ടിച്ചത് നമ്മുടെ ചന്ദ്ര ചെന്ന് എന്ത് ചെയ്തു, രവീന്ദ്രന്റെ ദേഹത്തേക്ക് അങ്ങ് വീണങ്ങ് കിടന്നു കേട്ടോ. എന്റെ പൊന്നോ, പിന്നെ പറയാനുണ്ടോ? പിന്നെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയുടെ കൈ വിട്ടില്ല. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അതെ നീയെ കയ്യിൽ പിടിച്ചോ ചന്ദ്രേ, ഇനിയും വളവും തിരിവൊക്കെ ഉണ്ടാകും,
അങ്ങനെ ഉണ്ടായാൽ വീഴും, അതുകൊണ്ട് കൈ പിടിച്ചോ എന്ന് പറഞ്ഞ് രണ്ടുപേരും മുറുകെ കയ്യിലും അങ്ങ് പിടിച്ചു കേട്ടോ. ഏതായാലും അവിടെ കൊണ്ട് നമ്മുടെ സച്ചിയുടെ ട്രിക്ക് അങ്ങോട്ട് ജയിക്കുക. അപ്പോഴത്തേക്കും സച്ചി രേവതിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മുടെ രേവതിയും പറയുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിക്ക് രേവതിക്ക് ഏകദേശം സന്തോഷമായി. അച്ചമ്മയുടെ ചെറിയ ട്രിക്കൊക്കെ നടക്കുകയും ചെയ്യുക. കാരണം അച്ചമ്മ ഈ ഒരു ട്രിക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരും കൂടെ കൈയൊക്കെ കോർത്ത് പിടിച്ച് വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ ഒരു പാട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം മറക്കാം കിനാവി എന്നുള്ള ആ പാട്ട്, പഞ്ചാബി ഹൗസിലെ ആ പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് സീന്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അച്ഛമ്മയുടെ ഫോൺ ഇങ്ങനെ നമ്മുടെ വർഷ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും കുറേ ഫോട്ടോ ഉണ്ട്. അപ്പൊ നമ്മുടെ വർഷ ചോദിച്ചു, ഇതെവിടുന്ന അച്ഛമ്മ ഈ ഫോട്ടോയൊക്കെ, പഴയ ഫോട്ടോയൊക്കെ ഇങ്ങോട്ടേക്ക് കയറ്റിയത്? അതേ വനജയുടെ മോളാ, അവളെ എൻ്റെ അയലോക്കംകാരിയാ, അവള് കയറ്റി തന്നതാ. ആഹാ കൊള്ളാലോ, അടിപൊളി ഫോട്ടോ അല്ലേ ഇതൊക്കെ. അച്ഛമ്മയുടെ ഫോട്ടോയാണോ? അയ്യോ, ചെറുപ്പത്തിലെ അച്ഛമ്മനെ കാണാൻ സൂപ്പർ ആയിരുന്നല്ലേ. ചെറുപ്പത്തിലെ കുറെ പ്രപ്പോസൊക്കെ വന്ന് കാണില്ലേ? അന്ന് പറഞ്ഞാൽ എന്തുവാടി? അതെ, കുറെ പേര് പുറകെ നടന്ന് കാണുമല്ലേ എന്ന്. പ്രേമലേഖനം കിട്ടി കാണൂലേ? പ്രേമലേഖനം അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ സൗന്ദര്യം കണ്ടിട്ടല്ലേ അച്ചാച്ചൻ പുറകെ നടന്ന് കല്യാണം കഴിച്ചത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പോടി ഒന്ന്. പക്ഷെ ചോദിച്ചു, ഈ കുട്ടികളൊക്കെ ഏതാ? ഇവിടുത്തെ 3 കുട്ടികള്. ഇതാണ് ശ്രീകാന്ത്. മൂക്കൊലിപ്പിച്ച് നടന്നപ്പോഴത്തേക്കും അവന്റെ കോലം കണ്ടില്ലേ? ഇതാണോ ശ്രീകാന്ത്? കാണിച്ചേ, കൊള്ളാലോ അച്ഛമ്മേ ഇത്. എന്റെ ദൈവമേ, ശ്രീകാന്തെ നോക്കിക്ക്, ചെറിയ പ്രായത്തിൽ നീ വളരെ ക്യൂട്ടായിരുന്നല്ലോ. ഈ ഫോട്ടോയെ ഞാനിപ്പോ DP ആക്കും. അതൊന്നും വേണ്ട. അച്ഛമ്മേ വേണ്ടെന്ന് പറയാ അച്ഛമ്മേ. എന്താ അച്ഛമ്മ ഇത്? അച്ഛമ്മ അല്ലാതെ ഈ ഫോട്ടോയ്ക്ക് ഇവിടെ കാണിക്കുവോ? അപ്പോഴത്തേക്ക് വർഷം പറയും, ഞാൻ ഇപ്പൊ തന്നെ ഇത് DP ആക്കാൻ പോവാ, എനിക്ക് DP ആക്കണം. അയ്യോ എന്റെ പൊന്ന അച്ഛമ്മേ, അവള് കാണിക്കുന്നത് കണ്ടോ? അതിനിപ്പോ എന്താ, അവളൊന്ന് കാണട്ടെ, നിന്റെ മൂക്കൊലിപ്പിച്ച് നിൽക്കുന്ന മുഖം. അങ്ങനെ കണ്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛമ്മ DP എന്ന് പറഞ്ഞാലേ അവൾ എല്ലാരെയും കാണിക്കുന്ന, അതിനിപ്പോ എന്താ? നീ ചെറുപ്പത്തിലിരുന്ന് ഇങ്ങനെയല്ല, അതിനിപ്പോ എല്ലാരെയും കാണിച്ചെന്നോർത്തിട്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? അയ്യോ ഈ അച്ഛമ്മയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിയും രേവതിയും രവീന്ദ്രനും അതുപോലെ നമ്മുടെ ചന്ദ്രയൊക്കെ വരുന്നത്. ഇതിനിടയിലാണെങ്കിൽ DP ആക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തും വർഷം അവിടെ കിടന്ന് ഭയങ്കര അടിയും ബഹളവും. നമ്മുടെ ശ്രീകാന്ത് പറയാ, വേണ്ട, ഇതെന്താ എന്റെ പൊന്നു ശ്രീകാന്ത്, ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വർഷയോട് പറയും. അപ്പൊ വർഷ പറഞ്ഞു, ഞാൻ ഞാൻ ഇടുക തന്നെ ചെയ്യും, അതിനിപ്പോ എന്താന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഓട്ടവും പാച്ചിലും ബഹളവും ഒക്കെ തന്നെ. അപ്പോഴത്തേക്കും അച്ഛമ്മ അവിടെ നിൽപ്പുണ്ട്. അച്ഛമ്മ പറഞ്ഞു, പിള്ളേർ എന്താ ഈ കാണിക്കുന്നത്? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര കയറി വന്നിട്ട്, ഇതെന്താ നിങ്ങൾ കൊച്ചു കുട്ടികളാണോ ഓടി കളിക്കാനായിട്ട്? അത് പിന്നെ ആന്റി, ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടോ? ചെറുപ്പത്തിലെ ഫോട്ടോ. എന്റെ പൊന്നച്ഛ, ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചിരിച്ചിരിച്ചിരിച്ച് മടുക്കും. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിൻ, എന്തുവാടേ ഇത്, കുഞ്ഞു പിള്ളേരെ പോലെ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, അതിനിപ്പോ എന്താ, അവര് കുഞ്ഞു പിള്ളേരല്ലേ, അവര് കുഞ്ഞു പിള്ളേരാന്നേ, അവരിവിടുത്തെ കുഞ്ഞുങ്ങളല്ലേ, അവരിങ്ങനെയൊക്കെ ആന്നേ. അല്ല അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു കാറിലെ യാത്രയൊക്കെ? സൂപ്പർ യാത്രയായിരുന്നു, നല്ല പ്രണയം നിറഞ്ഞ യാത്ര. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ ചോദിച്ചു, പ്രണയം നിറഞ്ഞ യാത്രയോ? അതെന്ത് യാത്രയാ? അത് പിന്നെ ഞാനൊരു സൂപ്പർ പാട്ട് വെച്ചായിരുന്നു, പ്രണയഗാനം. അത് അച്ഛൻ കേട്ടില്ലായിരുന്നോ? ഓ അത് ഞാൻ കേട്ടായിരുന്നു, എല്ലാം ഞാൻ കേട്ടായിരുന്നു എന്ന് രവീന്ദ്രൻ. അപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ, അതെ ഒരു കാര്യം ചെയ്തേ, കുറച്ച് വെള്ളം വേണം എനിക്ക് കുടിക്കാനായിട്ട്. അതെ മോന് കുടിക്കാൻ എന്ത് വെള്ളം വേണ്ടത്? പച്ചവെള്ളം വേണോ ചൂടുവെള്ളം വേണോ? അത് ചൂടുവെള്ളം. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ വർഷ പറഞ്ഞു, അച്ഛമ്മയുടെ പ്ലാന് വർക്കൗട്ട് ആയല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ, ഏത് പ്ലാന്? പ്ലാനൊക്കെ പലതും ഞങ്ങളിവിടെ കയ്യിൽ നിട്ടായിരുന്നു, അച്ഛൻ അറിഞ്ഞില്ല. ഏതായാലും എല്ലാം സക്സസ് ആയല്ലോ. അച്ഛാ, ഇനിയിപ്പൊ വെള്ളം എടുക്കാൻ പോയവരോട് സംസാരിക്കുന്നതിനെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വണ്ടിയിലിരുന്ന് നല്ല മിങ്കിളായിരുന്നു. അച്ഛമ്മ പിണങ്ങിയ പ്രണയ ജോഡികളെ ചേർത്ത് നിർത്തി. അച്ഛമ്മയ്ക്കാണ് കേട്ടോ അതിന്റെ ക്രെഡിറ്റ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ അവിടെ ഇരുന്ന് അങ്ങ് ചുളുങ്ങാണ് കേട്ടോ, മക്കളുടെ ഈ കളിയാക്കലൊക്കെ കണ്ടിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാട്ടോ വെള്ളം എടുത്തോണ്ട് വരുന്നത്. രവിയേട്ട ഇന്ന രവിയേട്ട വെള്ളം. അങ്ങനെ ചന്ദ്ര കൊണ്ടുവന്ന വെള്ളം രവീന്ദ്രൻ അങ്ങ് കുടിച്ചു. രവീന്ദ്രൻ ചന്ദ്രനെ തന്നെ അങ്ങ് നോക്കുന്നു, ചിരിക്കുന്നു. രണ്ടുപേരുടെയും മനസ്സിലും കണ്ണുകളിലും ഒക്കെ പ്രണയം മുട്ടിടുന്ന ഒരു ചെറിയ രംഗമാണ് കേട്ടോ. ഏതായാലും അച്ഛമ്മയുടെ ട്രിക്ക് ഏറ്റവും നല്ല കിടുക്കൻ ട്രിക്കായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സീനൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ വർഷ പറയുക, അതെ അച്ഛമ്മേ, ഞാനും ശ്രീകാന്തും അടി കൂടി പിണങ്ങിക്കഴിഞ്ഞാലേ അച്ഛമ്മേനെ വിളിക്കുവേ. അപ്പൊ സച്ചു പറഞ്ഞു, അതെ എന്റെ പൊന്നു വർഷേ,
ഇതേ അച്ചമ്മയ്ക്ക് പണി ഉണ്ടാക്കരുത്, മാസത്തിൽ ഒന്ന് നിങ്ങൾ വഴക്ക് കൂടിയോ, അല്ലെങ്കിൽ എൻ്റെ അച്ചമ്മയ്ക്ക് ഏത് നേരവും ഇങ്ങോട്ട് വരാനേ സമയം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. നമ്മുടെ സച്ചിക്കും കൂടുതൽ സന്തോഷമായിട്ടോ, കാരണം സച്ചിക്ക് അച്ഛനും അമ്മയും പിണങ്ങിയിരിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ലല്ലോ. അപ്പം സച്ചേട്ടനോട് നമ്മുടെ രേവതി പറഞ്ഞു, ദേ കഴുത്തിലേക്കൊന്ന് നോക്കിയേ, അച്ഛൻ്റെ കഴുത്തിലേക്കൊന്ന് നോക്കാൻ. അപ്പോഴത്തേക്കും ദേ പൊട്ടുപോയി നമ്മുടെ രവീന്ദ്രന്റെ കഴുത്തിലിരിക്കുകയാണ് കേട്ടോ. ആരുടെ പൊട്ട്? നമ്മുടെ ചന്ദ്രയുടെ പൊട്ട്. അപ്പോഴത്തേക്കും അച്ഛമ്മ, അച്ഛമ്മയുടെ അല്ല അച്ഛയുടെ കഴുത്തിൽ എന്താ ഒരു മറുക്? പെട്ടെന്നൊരു ചുമല മറുക് എങ്ങനെ വന്നു? എവിടെ മറുക്? ദേ മറുകുണ്ട്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സച്ചേട്ടാ മറുകൊന്നും അല്ലാട്ടോ, പൊട്ട കഴുത്തിലിരിക്കുന്നത് പൊട്ട. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പൊട്ടങ്ങ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചന്ദ്രനെ തന്നെ നോക്കി, ചന്ദ്രൻ രവീന്ദ്രനെ തന്നെ നോക്കി. നാണക്കേട് കേസ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത്, ശരിയാണല്ലോ, ദേ അച്ഛന്റെ കഴുത്തേല് പൊട്ട്, അതെങ്ങനെ വന്നു? അപ്പൊ അച്ഛമ്മയും, ശരിയാണല്ലോ, അതെങ്ങനെ വന്നു? അപ്പൊ വർഷ പറഞ്ഞു, ആന്റിയുടെ നെറ്റിയിലെ പൊട്ടെവിടെ? ആന്റിയുടെ നെറ്റിയിലെ പൊട്ടാണല്ലോ അച്ഛന്റെ കഴുത്തില്. ഓ, അപ്പൊ ഇത് അമ്മയുടെ നെറ്റിയിലെ പൊട്ടായിരുന്നല്ലേ എന്ന് വെറുതെ കളിയാക്കി നമ്മുടെ ശ്രീകാന്തും. അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷ പറയുന്നത്, മനസ്സിലായി, അപ്പൊ ഇത് റൊമാൻറ്റിക് ജേർണി ആയിരുന്നല്ലേ? അടിപൊളി, കലക്കി, സൂപ്പർ. അത് പിന്നെ കാർ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും പോയപ്പം ചന്ദ്രൻ എന്റെ മേത്തി ചാരിയായിരുന്നു, അപ്പ പറ്റിയതായിരിക്കും. അതെ, ഇത് അപ്പ പറ്റിയത് തന്നെയാ. ഓ, മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇനി കൂടുതലൊന്നും പറയണ്ട. അതെ, ഞാനൊന്നും അല്ല കാരണക്കാരൻ ശ്രീകാന്ത്, എല്ലാത്തിനും കാരണക്കാരൻ ദേ ഈ സച്ചിയാ. ഈ സച്ചിക്ക് നേരെ ചൊവ്വ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അയ്യോ, ഞാൻ കുറ്റക്കാരനല്ല. റോഡേ നേരെയല്ല പണിതേക്കുന്ന, വളവും തിരിവും ഒക്കെ ഉണ്ട്. അച്ഛനെ റോഡിനോട് നന്ദി പറ. റോഡ് ഇങ്ങനെ വളഞ്ഞു പോയത് കൊണ്ടല്ലേ അമ്മ പേടിച്ച് അച്ഛന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്നതും രണ്ടുപേരും ചേർന്നിരുന്നതും പിടക്കമൊക്കെ മാറിയതും ഒക്കെ. അപ്പോഴത്തേക്കും ഈ സച്ചിയോടല്ലേ നന്ദി പറയേണ്ടത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഒന്ന് പോടാ, ചുമ്മാ കിടന്ന് എന്താടാ നീ കാണിക്കുന്നത്? ചുമ്മാ അവൻ കിടന്ന് ഇളകുന്നു. ദേ രേവതി, ഞാൻ ഇളകല്ല, അച്ഛന്റെ ചിരി നോക്ക്, നാണം നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ, അതേ ചന്ദ്രേ ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്ക് സന്തോഷമായി. രവീന്ദ്ര, നീ ഇങ്ങോട്ടേക്ക് വന്നേ, ആ പൊട്ടെടുത്ത് നീ ചന്ദ്രയുടെ നെറ്റിയിൽ വെച്ച് കൊടുത്തേ, അതാ വേണ്ടത്. ദേ ഇങ്ങോട്ട് വന്നേ. അത് പിന്നെ വേണ്ടമ്മേ, ഞാൻ വെച്ചോളാന്ന് ചന്ദ്ര. അപ്പോഴത്തേക്ക് രവീന്ദ്രനൊരു നാണം. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചി, രേവതി, ശ്രീകാന്തും വർഷയും കൂടെ ചേർന്ന്, പോ അച്ഛേ, വെച്ച് കൊടുക്കച്ചേ, അച്ഛ പ്ലീസ് അച്ഛാ, വെക്കച്ചാന്നും പറഞ്ഞു. അങ്ങനെ ഇവരുടെ നിർബന്ധപ്രകാരം എന്ത് ചെയ്തു, പൊട്ടെടുത്ത് നമ്മുടെ ചന്ദ്രയുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ഒരു അടിപൊളി സീനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, വഴക്ക് കൂടുന്നതൊക്കെ സാധാരണയാണ്, പക്ഷെ അതിന്റെ പേരിൽ കൂടുതൽ കാലം സംസാരിക്കാതിരിക്കോ പിണങ്ങിയിരിക്കോ ഒന്നും ചെയ്യരുത്. കൂടിപ്പോയാ ഒരു ദിവസം സംസാരിക്കാതിരിക്കുക. അല്ല, നിന്റെ അച്ഛൻ എന്തെങ്കിലും എന്നോട് മിണ്ടാതിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ രവീന്ദ്ര? ഇല്ലമ്മേ. ദേ ഞങ്ങളെ കണ്ടല്ലേ നീ വളർന്നത്, എന്നിട്ട് എന്താടാ നീ ഇങ്ങനെ പിണങ്ങി വഴക്ക് കൂടി നടക്കുന്നത്? നാളെ നിങ്ങള് ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് നിങ്ങളുടെ മക്കളും അതുപോലെ ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? നിങ്ങളൊരു മാതൃക ദമ്പതികള് അല്ലെങ്കിൽ മാതൃക അച്ഛനും അമ്മയും ആകുമല്ലേ ചെയ്യേണ്ടത്. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛമ്മേ, ഞാനും രേവതി പിണങ്ങി മിണ്ടാതിരിക്കത്തൊന്നും ഇല്ലാട്ടോ. ഞാൻ സംസാരിക്കാതിരുന്നാലും രേവതി ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. അത് തുടങ്ങിയാൽ പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞേ നിർത്തത്തുള്ളൂ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്ക് രേവതി, ഞാൻ സംസാരിക്കുന്നത് സച്ചേട്ടന് ഇഷ്ടമല്ലേ? ഇഷ്ടം. ദേ നീ വേണമെങ്കിൽ 1-2 ദിവസം നിർത്താതെ സംസാരിച്ചോ, ഞാൻ കേട്ടോണ്ടിരുന്നോളാം. കേട്ടോണ്ടിരുന്നില്ലെങ്കിലേ ഈ രേവതിയുടെ സ്വഭാവം മാറും. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അച്ഛമ്മേ, ഞങ്ങൾക്കിടയിൽ എന്ത് പ്രോബ്ലം വന്നാലും ഒരു 5-10 നിമിഷം സൈലന്റ് ആയിട്ടിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ശ്രീകാന്തിനോട് മിണ്ടുന്നാണോ വിചാരിക്കുന്നത്? ഞാൻ മിണ്ടത്തില്ല. ശ്രീകാന്ത് വന്ന് എന്നോട് മിണ്ടും, കരഞ്ഞ് കാല് പിടിക്കും. ഒരു കണ്ടീഷൻ വെച്ചാ ഞാൻ ശ്രീകാന്തിനെ കല്യാണം കഴിച്ചത്. അത് അച്ഛമ്മയ്ക്ക് അറിയാമോ? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയും, മോള് കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, ദേ മക്കള് പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും അവരെ കണ്ട് പഠിക്കും പിള്ളാരെ. മുമ്പ് എന്തോ വിഷയത്തില് ദേ ഇവര് രണ്ടുപേരും വഴക്കടിച്ച് മിണ്ടാതൊക്കെ ഇരുന്നായിരുന്നു എന്ന് അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അന്നും സുതി തന്നെ ആയിരിക്കുമല്ലോ വിഷയം. അതെ, അന്നും ഞാൻ വന്ന് സംസാരിച്ച രണ്ടുപേരുടെയും പിണക്കം മാറ്റിയത്. അത് കഴിഞ്ഞ് 10ാം മാസമാണ് ശ്രീകാന്ത് ജനിച്ചത്. 10ാം മാസമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നിന്ന് ചൂളുകയാണ് കേട്ടോ. അയ്യേ, ഇതെന്താ അച്ഛമ്മ ഈ പറയുന്നത്? അപ്പോഴത്തെ അച്ഛമ്മല്ല അമ്മ ഈ പറയുന്നത്. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, ഞാൻ ജനിച്ചതിന് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടോ?
അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ദേ അച്ചമ്മ വീണ്ടും വന്ന് ഇവരുടെ പിണക്കം മാറ്റി. എനിക്കൊരു അനിയത്തി വേണമെന്ന് ഞാൻ മുമ്പ് പലതവണ അച്ഛനോടും അമ്മയോടും പറഞ്ഞായിരുന്നു. ഇനിയിപ്പം 10 മാസം കഴിഞ്ഞാല് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ, എൻ്റെ പൊന്നു സച്ചി നീ മിണ്ടാതിരിക്കുക, എൻ്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഓരോ കാര്യം പറഞ്ഞപ്പോ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. നാണം കെടുത്താൻ പറഞ്ഞൊന്നുമല്ല. ഇനി ഈ വീട്ടിൽ ആരും വഴക്ക് കൂടി പിണങ്ങിയിരിക്കാൻ പാടില്ല, സന്തോഷം കെടുത്താൻ പാടില്ല. പറഞ്ഞത് കേട്ടല്ലോടാ. അതുകൊണ്ട് എല്ലാവരും ദേ സന്തോഷത്തോടു കൂടി നന്നായിട്ട് ജീവിക്കണം. അത് കാണാനാ ഈ അച്ഛമ്മയുടെ ആഗ്രഹം. ദേ രവി, എന്താ അമ്മേ, എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? വേറൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ദേ രണ്ടുപേരുടെയും കൈ ഇങ്ങ് തന്നെ, ഇത് ഞാൻ ഒന്നിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്രായത്തിനിടയിൽ ഇങ്ങനെ ഒരു പിരിയൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടുപേരും എപ്പോഴും ദേ ചേർന്നിരിക്കണം. ഈ കൈകള് ഇനി അഴിയരുത്. അമ്മ ഈ ലോകം വിട്ടു പോയാലും ദേ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് അമ്മ കാണൂട്ടോ. അന്ന് എൻ്റെ കണ്ണ് നിറയരുത്, എൻ്റെ കണ്ണ് നിറയിപ്പിക്കരുത്. ഏയ് ഇല്ലമ്മേ, അമ്മയുടെ കണ്ണ് നിറയിപ്പിക്കാന് എന്നെ കൊണ്ട് സാധിക്കുമോ? അമ്മ വന്നില്ലായിരുന്നെങ്കിൽ, അമ്മ വന്നത് നന്നായി. ദേ ഇപ്പൊ കണ്ട ഈ കാഴ്ചകളുണ്ടല്ലോ, എൻ്റെ മനസ്സിനെയും കണ്ണിനെയും ഒക്കെ നിറച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? സന്തോഷം കാരണം. എൻ്റെ മനസ്സിന് അതിരില്ല, അത്രമാത്രം സന്തോഷമുണ്ട് എനിക്ക്, ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ മക്കൾ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന കാണണം. ഇപ്പൊ എനിക്കൊരു 10 വയസ്സേ ആയുസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഈ സന്തോഷം കാണുമ്പോഴും ഈ സമാധാനം കാണുമ്പോഴും ഒക്കെ. എനിക്ക് ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, നീയല്ലേ ഉള്ളൂ. നീ വേണ്ടേ ഇങ്ങനെയൊക്കെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട്? ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഒരു കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചേർത്ത് ഇതൊക്കെ ഒരു നാക്കാടാ, ഭാര്യ നമ്മൾ പറഞ്ഞ അവിടെ നിൽക്കണം. ദേ നീ അതൊക്കെ എന്നെ കണ്ട് പഠിക്കുക. എന്നെ കണ്ട് പഠിക്കണം നീ. അതെ, ഞാനും എൻ്റെ ഭാര്യയും അത്രയ്ക്ക് സിങ്ക. ഹായ് ഡാർലിംഗ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന വർഷനെ ഇങ്ങനെ കൈവൊക്കി കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ഞാനേ ഇച്ചിരി ബിസിയാ, അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് മറുവശത്ത് ഫോണിൽ വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ. ദേ അവൾക്ക് ഞാനൊരു ഹായ് കൊടുത്തത്, അവള് ഭയങ്കര റൊമാൻസ് ആണെന്നേ. അതൊക്കെ നീ എൻ്റെ ഭാര്യനെ കണ്ട് പഠിക്കണം. എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ വർഷയുടെ അടുത്തേക്ക് ചെന്നിങ്ങനെ ഹായ് ഡാർലിംഗ് എന്ന് പറഞ്ഞ് അടുത്ത് ചെന്നിങ്ങനെ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വർഷ ഒരു ഇടി കൊടുത്തു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഇതെന്താടി നീ എന്താടി ഇങ്ങനെ ഇടിച്ചത്? ദേ നീ എൻ്റെ ഭാര്യയല്ലേ, എന്നെ തൊടണ്ട, നീ എൻ്റെ അടുത്ത് ഇരിക്കരുത്, നീ ഓടിപ്പോക്കോ. ഇതെന്താ വർഷ ഇങ്ങനെ? ഇതെന്ത് വേദനയാ? നീ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വർഷേ? എൻ്റെ പൊന്നു ശ്രീകാന്ത്, ഇതൊക്കെ ഒരു വേദനയാണോ? ഒരു കുഞ്ഞു പിറക്കുമ്പോഴുള്ള വേദന എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തോന്ന് വേദന മോനെ, കുഞ്ഞു പിറക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാ വേദന. അല്ല, നിന്റെ തലയുടെ ഏത് ഭാഗത്താ വർഷ അടി കിട്ടിയത്? എനിക്ക് അടിയൊന്നും കിട്ടിയില്ല, നിനക്കാവട്ടെ. നീ പറഞ്ഞതിന്റെ ഹിസ്റ്ററിയൊക്കെ അച്ഛമ്മ എന്നോട് പറഞ്ഞു. ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഓരോ പെണ്ണും എത്രത്തോളം പെയിന് അനുഭവിക്കുന്നുണ്ടെന്ന് ശ്രീകാന്തെ നിനക്കറിയാമോ? അറിയാം, ഞാൻ ഈ സിനിമയിലും സീരിയലിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ വേദന ശ്രീകാന്തിന് അനുഭവിക്കാൻ പറ്റുമോ? അതെങ്ങനെ ഞാൻ അനുഭവിക്കും? ഞാൻ ആണല്ലേ. അതാ പറഞ്ഞത്, ആ ഒരു ധൈര്യത്തിലാണല്ലോ എത്ര കുട്ടികളായാലും കുഴപ്പമില്ലാന്ന് നിങ്ങൾ ഈ ആണുങ്ങൾ ഈ പറഞ്ഞോണ്ട് നടക്കുന്നത്. പ്രസവ വേദന ഒന്ന് അറിഞ്ഞാലേ നിങ്ങൾ പിന്നെ പ്രസവിക്കത്തില്ല. ഏതായാലും ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. ആ തീരുമാനത്തിന് മാറ്റമില്ല. ഞാൻ ഇനി പ്രസവിക്കില്ല. പ്രസവിക്കില്ലെന്നോ? ഇതെന്ത് തീരുമാനമാ? ഇതെന്താ വർഷേ? അന്ന് നീ പറഞ്ഞായിരുന്നല്ലോ 2 വർഷത്തേക്ക് കുട്ടി വേണ്ട, 2 വർഷം കഴിഞ്ഞ് കുട്ടി മതി എന്നൊക്കെ. അപ്പൊ പിന്നെയോ? ഞാൻ ഈ ജന്മം പ്രസവിക്കില്ലെന്നാ പറഞ്ഞേ. എനിക്കിനി പറ്റത്തില്ല. അയ്യോ വർഷ, നീ എന്താ ഈ പറയുന്നത്? അത് പിന്നെ എനിക്ക് ഈ പ്രസവവേദന താങ്ങാനൊന്നും പറ്റത്തില്ല എൻ്റെ പൊന്നു ശ്രീകാന്തെ. അതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നുക, കുറച്ച് കഴിയുമ്പോൾ ആ പേടിയൊക്കെ മാറിക്കോളും. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, എന്നെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇനി ഞാൻ മാറ്റത്തുമില്ല, എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് അന്ന് വിട്ട് കുന്തം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പെണ്ണുപിള്ളമാർ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്.